പ്രശസ്ത എഴുത്തുകാരി തസ്ലീമ നസ്രീൻ 20 വർഷങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തുന്നു. ഓഗസ്റ്റ് 1 കൊൽക്കത്തയിലെ രവീന്ദ്ര സദാനിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിലെ BJP സർക്കാരിന്റെ കാലത്തുണ്ടാകുന്ന ഈ മടങ്ങിവരവ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊൽക്കത്തയിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. 90കളുടെ തുടക്കത്തിൽ തന്റെ സ്ത്രീപക്ഷ രചനകളിലൂടെയും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ വിമർശനങ്ങൾക്കെതിരായ വിമർശനങ്ങളിലൂടെയുമാണ് തസ്ലീമ ശ്രദ്ധേയമാകുന്നത്. 2007 ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്താണ് ബംഗാളിൽ അവരുടെ രചനകൾക്കെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഉടലെടുത്തത്. മതമൗലികവാദ ഗ്രൂപ്പുകളുടെ പ്രതിഷേധങ്ങളും നിരന്തരമായ സുരക്ഷാ ആശങ്കകളും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചപ്പോൾ ബംഗാൾ വിടാൻ അവർ നിർബന്ധിതയായി. പൗരാവകാശത്തെപ്പറ്റി വാചക കസർത്ത് നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ ബംഗാൾ ഭരിക്കുമ്പോഴാണ് തസ്ലീമ സംസ്ഥാനം വിട്ടത്. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് CPM തസ്ലീമയെ കടന്നാക്രമിച്ചത്. ബംഗ്ലാദേശിലെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് തസ്ലീമയ്ക്ക് സ്വന്തം രാജ്യം വിട്ട് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം നഗരത്തിലേക്ക് തസ്ലീമ മടങ്ങിയെത്തുമ്പോൾ ബംഗാൾ രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ബംഗാളിലെ അധികാരമാറ്റത്തെ തുടർന്ന് സുവേന്ദു സർക്കാരിനെ തസ്ലീമ നസ്രീൻ പ്രശംസിച്ചിരുന്നു. സാഹിത്യ മേഖലയ്ക്കപ്പുറം രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ മടങ്ങിവരവിനെ വ്യത്യസ്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.